അഴിമതി തടയാനുള്ള ഒരു സംവിധാനം എന്ന പേരിലാണ് ലോക്പാൽ കൊണ്ടുവന്നത്. രാജ്യത്തിപ്പോൾ ഒരു ലോക്പാൽ പ്രവർത്തിക്കുന്നുണ്ട്. അഴിമതി കുറയുകയല്ല, കുതിച്ചുയരുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ ലോക്പാൽ അംഗങ്ങൾക്ക് സഞ്ചരിക്കാനായി 70 ലക്ഷം രൂപ മുടക്കി BMW ആഡംബര കാറുകൾ വാങ്ങുന്നു. ലോക്പാൽ അഴിമതി തടയാനുള്ള സംവിധാനമാണത്രേ. ലോക്പാലിലെ അംഗങ്ങൾക്കായി 6 BMW കാറുകൾ വാങ്ങുന്നു. ഒരു കാറിന്റെ വില 60 ലക്ഷം രൂപ. ലോക്പാലിനെ കുറിച്ച് പറയുമ്പോൾ അണ്ണാ ഹസാരെയെ കുറിച്ച് പറയാതെ വയ്യ. രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാജ സമരമാണ് അണ്ണാ ഹസാരെ നയിച്ചിരുന്നത്. 2011 ഏപ്രിൽ മാസം സ്പെക്ട്രം അഴിമതി, കൽക്കരി അഴിമതി, ആദർശ് ഫ്ലാറ്റ് അഴിമതി, കോമൺവെൽത്ത് അഴിമതി എന്നിങ്ങനെ വൻ അഴിമതികളിൽ കുരുങ്ങി രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാർ ശ്വാസം മുട്ടുന്ന കാലം. അഴിമതിക്കെതിരെ ദില്ലിയിലെ രാംലീല മൈതാനത്ത് അണ്ണാ ഹസാരെ നടത്തിയ സമരം രാജ്യത്തെ യുവജനങ്ങളെ ആകർഷിച്ചു. ലോക്പാൽ ബിൽ പാസാക്കണമെന്ന ആവശ്യം മൻമോഹൻ സിംഗ് സർക്കാർ അംഗീകരിച്ചതോടെയാണ് ആ സമരം അവസാനിപ്പിച്ചത്. സമരം കൊളുത്തുവിട്ട അഴിമതി വിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റിയാണ് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത്. പക്ഷേ രാജ്യത്ത് അഴിമതി കുറയുകയല്ല, വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഭരണരംഗം അടിമുടി കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടു. ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിലൂടെ അഴിമതിക്ക് നിയമപരമായ സംരക്ഷണ കവചമൊരുക്കി. പക്ഷേ ഒരിക്കൽ പോലും മോദിക്കെതിരെ അണ്ണാ ഹസാരെ ചുണ്ടനക്കിയിട്ടില്ല. സംഘപരിവാറിന്റെ വർഗീയ അടുക്കളയിൽ വേവിച്ചെടുത്ത വിഷം പുരട്ടിയ ഒരു മധുര പലഹാരം മാത്രമായിരുന്നു അണ്ണാ ഹസാരെ എന്ന പ്രതിഭാസം. BJPയെ അധികാരത്തിലെത്തിക്കാനുള്ള ഒരു വ്യാജ സമരമായിരുന്നു അണ്ണാ ഹസാരെയുടേത്. आज देश प्रेम के लिए इकट्ठा आकर उन्होंने अपने देश का प्रेम जो दिखाया वो मुझे बहुत महत्वपूर्ण लगता है. അധികം ആർക്കും അറിയില്ല, ഇപ്പോൾ രാജ്യത്ത് അഴിമതി തടയാനെന്ന പേരിൽ ഒരു ലോക്പാൽ പ്രവർത്തിക്കുന്നുണ്ട്. ജസ്റ്റിസ് AK ഖാൻവിൽക്കറാണ് ചെയർമാൻ. ലോക്പാൽ രൂപീകരണത്തിന് ശേഷം ഈ സംവിധാനം ഇതുവരെ ചെയ്ത പണി എന്താണ് എന്ന് നോക്കാം. ലോക്പാലിനാകെ ലഭിച്ചത് 8703 പരാതികൾ. 24 കേസുകൾ ലോക്പാൽ അന്വേഷിച്ചു. പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചത് വെറും 6 കേസിൽ. ഇത്തരമൊരു സംവിധാനത്തിന്റെ ഭാഗമായുള്ള ഒരു സംഘത്തിന് സഞ്ചരിക്കാനായാണ് 7 BMW കാറുകൾ വാങ്ങുന്നത്. രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട്. ഇടതുപക്ഷം ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഈ കോഴയിടപാടിൽ പങ്കാളികളായി. പക്ഷേ ലോക്പാൽ ഉറങ്ങുകയായിരുന്നു. കുറച്ചു പേർക്ക് നല്ല ആനുകൂല്യങ്ങൾ കൈപ്പറ്റി BMW കാറിൽ കറങ്ങാനുള്ള ഒരു സംവിധാനം മാത്രമാണ് ഇന്ന് ലോക്പാൽ. ലോക്പാലിനു വേണ്ടി സമരം ചെയ്തിരുന്ന അണ്ണാ ഹസാരെ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. ഒളിവിൽ നിന്ന് പുറത്തു വന്ന് ഇനിയെങ്കിലും നിലപാട് വ്യക്തമാക്കണം. രാഷ്ട്രീയ ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ ബീഹാറിലേക്കാണ്. ബീഹാറിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുമോ എന്നതാണ് ഏവരും സശ്രദ്ധം ഉറ്റുനോക്കുന്നത്. അട്ടിമറിയിലൂടെ വിജയങ്ങൾ നേടുക, ഇതാണ് BJPയുടെ ഇപ്പോഴത്തെ തന്ത്രം. ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു.